ഹേ ഗായ്സ്, സോ വെൽക്കം. ഇതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. കുറേ നാൾ നമ്മളിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ലൈക്ക് ഈ യൂട്യൂബ് വീഡിയോ വരും, യൂട്യൂബ് വീഡിയോ ഇറക്കും, ട്യൂട്ടോറിയൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവസാനം നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളൊരു DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ കളർ ഗ്രേഡ് ചെയ്യണേ, അല്ലെ എന്താണ് എൻ്റെ വർക്ക് ഫ്ലോ എന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ വലുതായിട്ട് കളർ ഗ്രേഡിങ് എന്നുള്ള ട്യൂട്ടോറിയൽ അല്ല, എന്തൊക്കെയാണ് ഞാൻ കളർ ഗ്രേഡിങ് യൂസ് ചെയ്യണ സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ വർക്ക് ഫ്ലോ, എന്താണ് എൻ്റെ നോട്ടറി, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഓണ്ടഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നോട്ടറിയിൽ യൂസ് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. ബേസിക്കലി എൻ്റെ കളർ ഗ്രേഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ഫിലിം ലുക്സിലോട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് എൻ്റെ കളേഴ്സ്. ലൈക്ക് എനിക്കൊരു 2383 അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ സാച്ചുറേറ്റഡ് ആണ് എൻ്റെ വീഡിയോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പല പല ലുക്സ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിക് നോട്ട് സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ വർക്ക് ഫ്ലോയിൽ ഈ ഫിലിം ലുക്സ് അതിലോട്ട് കൊണ്ടുവരാനായിട്ട് അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലഗിനാണ് ഡിഹാൻസർ. സോ എന്താണ് ഡിഹാൻസർ എന്നുള്ളൊരു ബേസിക് ഓർമ്മ ഞാൻ തരാം. ഡിഹാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം എമുലേഷൻ പ്ലഗിനാണ്. ബേസിക്കലി നിങ്ങൾ പ്രീസെറ്റ് യൂസ് ചെയ്യത്തില്ലേ ഫിലിം ലുക്സിനൊക്കെ ആയിട്ട്, ഇപ്പോൾ 2383 ലെട്ടോ അല്ലെങ്കിൽ കൊടക്കിൻ്റെ ലെട്ടോ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഹാൻസർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ഫിലിം ലുക്ക് നമ്മളതിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ കൺട്രോൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പോഷർ മാറ്റണേ മാറ്റാം, ഗ്രെയിൻസ് മാറ്റണേ മാറ്റാം, പിന്നെ കളേഴ്സ് തന്നെ നിങ്ങൾക്ക് ബംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ മാറ്റണേ മാറ്റാം, ഷാഡോസ്, ഹൈലൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ പ്ലഗിൻ്റെ അകത്ത് കിട്ടും. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫോട്ടോസിൽ യൂസ് ചെയ്യാം, വീഡിയോസിൽ യൂസ് ചെയ്യാം. സോ നമുക്ക് ഡാവിഞ്ചിയിൽ എങ്ങനെയാണ് ഡിഹാൻസർ യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മളങ്ങനെ ഡാവിഞ്ചിയിൽ എത്തുന്നുണ്ട്. സോ ഇവിടെ ഒരു ബേസിക് നോട്ട് സ്ട്രക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ 2 കളർ സ്പേസ് ട്രാൻസ്ഫോം ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ സ്പേസ് ഇന്ന്, പിന്നെ വേറൊന്ന് പറഞ്ഞാൽ കളർ സ്പേസ് ഔട്ട്. സോ കളർ സ്പേസ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ലോഗിലാണ്. സോ അതിനെ ഒന്ന് റെക്സ് 7 കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. സോ ഞാൻ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഇതിനകത്തോട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോം ഇട്ടു. ആൻഡ് ഞങ്ങളുടെ ആപ്പിൾ ലോഗാണ് എടുക്കണത്. ആപ്പിൾ ലോഗെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. സോ ഞാൻ റെക്സ് 7 എടുക്കുന്നതിന് വരെ ഞാൻ ഡാവിഞ്ചി വൈഡ് ഗ്യാമറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യണത്. കാരണം റെക്സ് 709 കാട്ടി കുറച്ചുകൂടെ ഡാവിഞ്ചി വൈഡ് ഗ്യാമറ്റ് വലുതാണ്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈഡർ കളർ സ്പേസ് കിട്ടും ഗ്രേഡ് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ കുറേ പ്രൊഫഷണൽ കളറിസ്റ്റുമാരുടെ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ഒരു ഡിഫറൻസ് മേക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു, വലുതല്ല എന്നാലും പിന്നെ ഞാനപ്പം നമ്മളിപ്പോൾ കളർ സ്പേസ് ഇവിടെ വലിയ ഡിഫറൻസ് ഉണ്ടായില്ല. നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്കിവിടെ വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും ഡാവിഞ്ചി വൈഡ് ഗ്യാം ഇൻ്റർമീഡിയറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വൈഡ് ഗ്യാമറ്റിൽ നിന്ന് നമ്മൾ റെക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ വൈഡ് ഗ്യാമറ്റിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് എടുത്തു, ഇവിടെ റെക്സ് 709 എടുത്തു. ഞാൻ ഇവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് റെക്സ് 709 ഉള്ളൊരു ഔട്ട്പുട്ട് ഗ്യാം എടുക്കുന്നത്. നിങ്ങൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ 709 എടുത്താൽ മതി. ഫീൽ ഇത് വളരെ അണ്ടർ എക്സ്പോസ്ഡിലേക്ക് ഇച്ചിരി മൂടിയായിട്ടാണ് കിടക്കുന്നത്. സോ അതിനെ ഞാനൊന്ന് പുഷ് ചെയ്യുകയാണ്. ഞാൻ ഹൈലൈറ്റ്സ് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്തു, അതിൻ്റെ ഷാഡോസിനെ കൂടെ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്തു. ഇതൊരു ക്ലീൻ ആയിട്ടുള്ളൊരു, ഞാൻ കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഐ യൂസ് കേർവ്സ് വെജിറ്റബിൾ സ്പ്ലൈൻസിലായിരിക്കും ഇട്ടേക്കുന്നത്. എന്നിട്ട് നൈസായിട്ട് ഞാനൊരു എസ് കർവ് ഇവിടെ കൊടുക്കും. ഒന്നെങ്കിൽ കളർ സ്ലൈസ് യൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ HS വെച്ചിട്ട് മാറ്റും. സോ നമ്മുടെ മെയിൻ തരം ഡിഹാൻസർ. സോ ഹൗ ഡസ് ഡിഹാൻസർ ഹെൽപ്പ് മൈ ലുക്ക്? സോ ഇപ്പോൾ എൻ്റെ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻഡ് ഞാനിപ്പം റെക്സ് 709 ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് ഞാൻ ഡാവിഞ്ചി വൈഡ് ഗ്യാമറ്റ് ഇൻ്റർമീഡിയറ്റ് ആക്കുവാണ്. ഇവിടെ ഹൈയിലോട്ട് ഞാൻ മാറ്റുവാണ് ഇതിനെ. കളർ ലൈക്ക് ഒരു ഫിലിം എമുലേഷൻ, ഫിലിം ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൽ. സോ ഞാനിവിടെ ഫുജിയുടെ നെച്ചുറ എന്നുള്ളൊരു പ്രിൻ്റ് എടുത്തു. ആൻഡ് ഇവിടെ ഞാൻ കളർ ഹെഡിൽ 2383 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊടക്കിൻ്റെ പ്രിൻ്റ് എമുലേഷനാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പം നമ്മുടെ കളർ ഇച്ചിരി പെയിലാണ്, ഇച്ചിരി ഡാർക്കാണ്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോഷറിനകത്ത് പോയിട്ട് കുറച്ചൊന്ന് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, ബാൻഡിങ് വരാത്ത രീതിയിൽ. ആൻഡ് ഇവിടെ ഫിലിം ഡെവലപ്പറിനകത്ത് കളർ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കളറിനെ ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നൈസായിട്ടുള്ളൊരു കളർ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈലി സാച്ചുറേറ്റഡ് ആണ്, എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഗാമ സെപ്പറേഷൻ ഉണ്ട്, ഗാമ കറക്ഷൻ ഉണ്ട്.
ആൻഡ് ഫിലിം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ്സിന് നൈസ് റോൾ ഓഫ് കൊടുക്കും. ഇവിടെ ഇപ്പം ഹൈലൈറ്റ്സ് ഒരിക്കലും ബ്ലൂംഡ് ആയിരിക്കത്തില്ല ഫിലിമിൽ, ബട്ട് എനിക്ക് ഇച്ചിരി ബ്ലൂംഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫിലിം കംപ്രഷൻ ഓഫ് ചെയ്തിട്ടാണ് ഇടാറ്. എക്സ്പാൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക്സും വൈറ്റ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് വൈറ്റ് എത്രത്തോളം വൈറ്റ് ആയിരിക്കണം, ലൈക്ക് ടെമ്പറേച്ചറാണ് ബേസിക്കലി. പക്ഷേ യൂഷ്വലി നമ്മുടെ ഫിലിം ലുക്സ് ഒരു വാം ടെമ്പറേച്ചറിലോട്ട് ലീൻ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതിനെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ അഡ്ജസ്റ്റ് ദിസ്. ഐ എം ഗോണ കീപ്പ് ഇറ്റ് ഹിയർ. പിന്നെ കളർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കളേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ വെക്ടർ സ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ കളേഴ്സ് മാറുന്ന ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സിലോട്ട് പുഷ് ചെയ്യണം നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കളർ ഹെഡ്. നിങ്ങൾക്കിപ്പം ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാഡോസിൽ നൈസായിട്ട് വേണമെങ്കിൽ ഒരു ബ്ലൂസ് കൊടുക്കുക, അല്ലെ ഹൈലൈറ്റ്സിൽ യെല്ലോസ് വേണമെങ്കിൽ യെല്ലോസ് കൊടുക്കുക. പേഴ്സണൽ ചോയ്സാണ് ഇതൊക്കെ, നിങ്ങളിഷ്ടം. പിന്നെ ഇവിടെ ബ്ലൂം ഞാൻ യൂസ് ചെയ്യാനുള്ള, പക്ഷേ ഇതിൽ ബ്ലൂം ആക്ച്വലി നൈസാണ്. ആ ഒരു സോഫ്റ്റ് ഗ്ലോ കിട്ടാനായിട്ട് ഈ ബ്ലൂം ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ബട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ ഓൾറെഡി എൻ്റെ ഹൈലൈറ്റ്സ് ഇവിടെ ബ്ലൂംഡാണ്. കാരണം ഒരു ബ്ലൂം ഫിൽറ്റർ ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത് സ്മോൾ ഡ്രിങ്കിൻ്റെ. അത് കാരണം എനിക്ക് നൈസ് റോൾ ഓഫ് ഇവിടെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ഞാൻ ഹൈലൈറ്റ്സിലൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് ആ ഒരു ലൈക്ക് ബ്ലൂം എഫക്റ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഡിഫിനിറ്റ് ഹലേഷൻ, ഇപ്പോൾ അത് ഭയങ്കര വലിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. ലൈക്ക് ദിസ് ലൈക്ക് ഭയങ്കര ഫിലിമിക് ആയിട്ടുള്ള കറക്റ്റ് എമുലേഷനാണ് നമുക്ക് കിട്ടുക. കസ്റ്റമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഴ്സ് ലിമിറ്റ് ചെയ്ത് ഞാൻ നമുക്ക് വേണ്ടെടുത്ത് മാത്രം ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഹലേഷൻ്റെ ഗുണം. ഈ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഫിലിം ഡാമേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ നൈസായിട്ടുള്ള സ്ക്രാച്ചസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫിലിം ബ്രീത്ത് ഉണ്ട്, ആ ഒരു ഇടയ്ക്കിടയ്ക്ക് മൂവിയിൽ നിന്ന് ഫീൽ കിട്ടാനായിട്ട്. പിന്നെ ഗേറ്റ് വേവ് ഉണ്ട്. പിന്നെ ഓവർ സ്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർലേസ് ആയിട്ട് ആഡ് ചെയ്യത്തില്ലേ, ആ ഒരു ഫ്രെയിം കണക്കുള്ള അതിൻ്റെ പലതരം സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പല രീതിയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ്. ഒറിസോണലാണെന്ന് ഒറിസോണൽ അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ യൂസ് ചെയ്യേണ്ടവർക്ക് ലൈക്ക് നല്ലൊരു ഓപ്ഷനാണ്. ആ ഫിലിം ലുക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഫിലിം സ്റ്റോക്സിൻ്റെ ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണിത്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലെഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഡ് ജനറേറ്റ് ചെയ്യാം, ലൈക്ക് മോണിറ്ററിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങനത്തെ സാധനമുണ്ട്. പിന്നെ ഫോൾസ് കളർ കാണാം, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സോ ഇവിടെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഒരു സ്റ്റില്ല് ഗ്രാബ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇതിട്ട് ആഡ് ചെയ്തു. ഇച്ചിരി അടിപൊളിയല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിത് നമ്മുടെ ബിഫോർ ആഫ്റ്റർ. പിന്നെ ഇത് കണക്ക് തന്നെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഒരു ക്ലിപ്പ് ഗ്രേഡ് ചെയ്തു. സോ ഈ ബൈക്കിൻ്റെ ക്ലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാം മാറ്റി എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഒരു ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സോ അതിനാണ് ഞാൻ ഈ ഫൈനൽ ലുക്ക് എത്തിയിട്ടുള്ളതെന്നുള്ള സാധനം ഇട്ടിട്ടുള്ള. നമുക്ക് എന്തെങ്കിലും ഒരു കളർ മാത്രമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം. സോ ഇതാണ് ഡാവിഞ്ചിയിൽ ഡിഹാൻസർ കൊണ്ടുള്ള ഉപയോഗം. ലൈക്ക് ഇപ്പം എനിക്ക് വേറൊരു ഫുജി കളർ വേണ്ട, എനിക്ക് 500T എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇതുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു അടുത്തൊരു ഇതാണ് ഇത്, ഇഷ്ടപ്പെട്ടുള്ള ലുക്കാണിത്. ഇതാണ് ഞാൻ വീഡിയോസിൽ യൂസ് ചെയ്യണ ഒരു നോട്ട് സ്ട്രക്ചറും പിന്നെ ഡിഹാൻസർ പ്ലഗിൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനൊരു ലുക്ക് ലൈക്ക് ഒരു ഫിലിം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചത്. സോ ഒരു ബിഗ് ഡിഫറൻസ് തന്നെയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. സോ ഇത് കുറച്ചുകൂടി ഒരു വിൻറ്റേജ് ഫീലുണ്ട് എനിക്ക്. ബ്ലാക്ക്സ് അത്രയും ഹാഷല്ല, പക്ഷെ എന്നാൽ നല്ലൊരു കളറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്കൈസിലൊക്കെ നല്ലൊരു കളറുണ്ട്, നല്ലൊരു സയാനാണ്. ഒരു ഓറഞ്ച് ആൻഡ് ടീല് തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കളറാണിത്. സോ നല്ല ഗ്രീൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻസ് ഞങ്ങൾക്കിവിടെ കിട്ടാം. സോ അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഫോട്ടോസിൽ കൂടെ ഡിഹാൻസർ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോ ഇതൊക്കെയെന്ന് പറയുന്നത് ഞാൻ ഡിഹാൻസറിൽ തന്നെ ഗ്രേഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. മെയിൻലി ഡിഹാൻസർ ആപ്പാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. iPhone 11 iPhone 17 എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇതിനകത്തുള്ളത്. സോ
സോ ഞാൻ യൂഷ്വലി കളർ ഗ്രേഡ് ചെയ്യുന്നത് ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ട് അഡോബിൻ്റെ സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ഫോണിലായാലും പിന്നെ ഡെസ്ക്ടോപ്പിലായാലും എല്ലാം കളർ ഗ്രേഡ് ചെയ്യുന്നത് ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ്. സോ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോണ ഡിഹാൻസർ ബേട്ട എന്ന് പറഞ്ഞിട്ട് ഡിഹാൻസറിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. സോ വൺ ഓഫ് ദ തിങ്സ് ഞാൻ കണ്ടുപിടിച്ചത്, സോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് HEIC ലൈക്ക് നമ്മുടെ ആപ്പിളിൽ ഷൂട്ട് ചെയ്യുന്ന ഇമേജസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഫയൽ ഫോർമാറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അത് JPG ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു ഇൻ ഡെസ്ക്ടോപ്പ്. പക്ഷേ എനിക്ക് ഡിഹാൻസർ മൊബൈലിനകത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ JPGയിലോട്ട് കൺവേർട്ട് ചെയ്ത ഇമേജാണ് ഇപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് ബീറ്റയിൽ കാണുന്നത്. സോ ആസ് എ പേഴ്സൺ ഹു ഈസ് ഷൂട്ടിങ് മോർ ഇൻ ഐഫോൺസ് ഇതൊരു മേജർ കോണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മുടെ ഡിഹാൻസറിൻ്റെ ഫിലിം ലുക്സിലോട്ട് നോക്കാം. നമ്മളിത് ഡാവിഞ്ചി കണ്ടാണെങ്കിൽ നമുക്ക് പലതരം ഫിലിം ലുക്സ് ഉണ്ട്, ലൈക്ക് പ്രൊഫൈൽസ് ഉണ്ട് ഫിലിം എമുലേഷൻ്റെ. സോ എനിക്ക് ഈ ഒരു കളർ ടോൺ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് ഡാർക്കാണ് നമ്മളിപ്പോൾ സോ ഇതിൽ ഞാൻ വാങ്ങിച്ച കണക്ക് തന്നെ നമുക്ക് നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട് വിച്ച് യു ക്യാൻ ചൂസ് ഫ്രം. ലൈക്ക് ഇവിടെ ഒരു നെച്ചുറ എന്ന് പറഞ്ഞിട്ട് ഫുജിയുടെ ഒരു ഇതുണ്ട്. ഞാനിപ്പം ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പം ഫുജിയുടെ ഈ ഒരു ലുക്ക് സെലക്ട് ചെയ്തേക്കുവാണ്. സോ എനിക്ക് കുറച്ച് എക്സ്പോഷർ വേണമെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ ഫിലിം ഡെവലപ്പർ ഓണാക്കുന്നു, കുറച്ച് കളർ ബൂസ്റ്റ് ചെയ്യുന്നു. സോ എനിക്ക് ഗ്രെയിൻസ് വേണ്ട. ഞാൻ ഈ 2383 ഫുജി ഫിലിം 3513 ഓക്കെ 2383 തന്നെ നമുക്ക് ഇട്ട് നോക്കാം. സോ ഇതിലൊരു സ്ലൈറ്റ് മജന്ത ലുക്കുണ്ട്. ഞാനിപ്പം എൻ്റെ കളർ ഹെഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ മജന്തേനെ ഒന്ന് ഗ്രീൻസിലോട്ട് മാറ്റണം. സോ ഒരുപാടല്ല, ഐ ഗെസ് ഇറ്റ് ലുക്സ് ഗുഡ്. സോ ഇത് ബിഫോർ ഇത് ആഫ്റ്റർ. പിന്നെ എനിക്ക് ആ ഒരു നമ്മുടെ മോളുള്ള സയൻസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിലിം ഗ്രെയിൻസ് ഓഫ് ചെയ്യാണ്. എനിക്ക് ഇതിനകത്ത് ഫിലിം ഗ്രെയിൻസ് വേണ്ട. ഹലീഷനിലോട്ട് പോകാം. ഹലീഷൻ ഇതിനകത്ത് വളരെ ചെറുതായിട്ടുണ്ട്. നമുക്ക് ഈ എഡ്ജസിലൊക്കെ കാണുന്ന കണക്ക്. സോ ഇത്ര മതി എനിക്ക്. കുറച്ച് ബ്ലൂം നമുക്ക് ഒന്ന് കൂട്ടി വെക്കാം. യെസ്, ഇവിടെ ഒരു സോഫ്റ്റ് ഹൈലൈറ്റ്സ് കണ്ടില്ലേ? ഇവിടെയൊക്കെ ആയിട്ടൊരു സോഫ്റ്റ് ഹൈലൈറ്റ്സ്, ലൈക്ക് ഒരു സ്മൂത്ത് റോൾ ഓഫ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മുടെ അണ്ടു ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിരുന്നു, ടോപ്പ് ലെയറിലാണ് അണ്ടു വരുന്നത്. ഇനി നമുക്ക് സ്നാപ്ഷോട്ട് ആഡ് ചെയ്യണമെങ്കിൽ സ്നാപ്ഷോട്ട് എടുത്ത് വെച്ച് നമുക്ക് റെഫറൻസ് ബിൽഡ് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോ എഡിറ്റിങ്ങിന് ബേസിക്കലി സ്റ്റാൻഡ് അലോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ഡിഹാൻസറിൻ്റെ ബീറ്റ വേർഷൻ എത്തിയിട്ടില്ല. ഇനി ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് വരാനുണ്ട്. നമ്മുടെ ലൈറ്റ് റൂമിലൊക്കെ ഉള്ള കണക്ക് മാസ്കിങ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അത് ബാച്ചായിട്ട് കോപ്പി ചെയ്യുന്ന പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നൊരു കാര്യം ലൈക്ക് ഇനിയും ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. ലൈക്ക് മാസ്കിങ്, അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമുക്കിപ്പോൾ ഒരു ക്വിക്ക് ഓൺ ദ ഗോ ഒരു ഫിലിം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് വൺ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ലൈറ്റ് റൂമിൽ നിന്ന് നിങ്ങൾ ഡിഹാൻസറിലോട്ട് കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുപോകണ ആ ഒരു വർക്ക് ഫ്ലോ ആയിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ഡിഹാൻസർ അത് ലൈറ്റ് റൂമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ ഒരു പ്രീസെറ്റ് ഇടുന്നതിന് വരെ ഫിലിം ലുക്സ് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും നിങ്ങളുടെ വർക്കിന്. സോ എൻ്റെ ഒരു പേഴ്സണൽ ടേക്കിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ ലുക്ക് ഒരു ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ചൂസ് ദിസ്. പെട്ടെന്ന് ലുക്ക് ഇടുക, എക്സ്പോർട്ട് ചെയ്യുക. ആൻഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ കണ്ടൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാണ്ട് സെലക്ട് എ ക്വാളിറ്റി. ഒരു JPG എന്നുള്ളൊരു ഫോർമാറ്റിൽ തന്നെ ഇറക്കാം. ഫോട്ടോസ് ഓൺ ദ ഗോ കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ഫോണിൽ തന്നെ ലൈക്ക് ലൈറ്റ് റൂം മൊബൈൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഡിഹാൻസർ യൂസ് ചെയ്യാം. സോ കളർ ഗ്രേഡ് മാത്രമാണ് നിങ്ങളുടെ ഒരു ലൈക്ക് ഫോക്കസ് ചെയ്യാനൊരു കാര്യം കളർ ഗ്രേഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഡിഹാൻസർ യൂസ് ചെയ്യാനാണ് ബെറ്റർ. സോ അത്ര ഉള്ള വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ ഫ്ലോസ് എല്ലാം ഇതിനകത്തുണ്ട്. സോ ഡിഹാൻസർ എന്താണെന്നുള്ളൊരു ബേസിക് വാക്ക് ത്രൂ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ വീണ്ടും കാണുന്നവരിക്കും ബൈ.